പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ ഈദ് ഹോളിഡേയ്സിൽ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പം നമ്മൾ ട്രിപ്പ് എവിടേക്കാണ് പോയത്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ആ സ്ഥലം ഏതാണ് എന്നുള്ളതൊക്കെ ചാച്ചൻ പറഞ്ഞു തരും. ചാച്ചാ, നമ്മൾ എവിടേക്കാണ് പോണേ? നമ്മൾ ഉമ്മൽക്കോയിലുള്ള ഡ്രീം ലാൻഡിലോട്ട് പോകണം. അപ്പോൾ ഈ ഒരാഴ്ച മുടക്കാറുണ്ടല്ലോ. അവിടെ എന്താ മുമ്പ് ഫ്രണ്ട്സിനോട് പുറത്തുപോയി, ഇന്ന് ഭാര്യയായിട്ട് പുറത്തു പോകും. ഈ ചൂടത്ത് പോകാൻ പറ്റിയ സ്ഥലം വെള്ളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ താറാവടെ വേണം കിടക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പോണത്. മുമ്പ് ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തണുപ്പ് തുടങ്ങിയ സമയത്ത് നമ്മൾ അക്കാവഞ്ചറിൽ പോയിട്ടുണ്ടായി. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോൾ അമ്മ ഉണ്ടായിരുന്നു, പിള്ളേരുണ്ടായിരുന്നു, ഭാര്യ ഉണ്ടായിരുന്നു, ഞാൻ ഉണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഇതുവരെ പോസ്റ്റ് ചെയ്തില്ല. അപ്പൊ ആ വീഡിയോനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഞാനന്ന് മാക്സിമം എൻജോയ് ചെയ്തു. പക്ഷെ അമ്മയുടെ കയ്യിൽ ഇവളുടെ കയ്യിലും പിള്ളേരുള്ള കാരണം ഇവർക്ക് അത്രയാണ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം അതിൻ്റെ വിഷമം അങ്ങോട്ട് മാറട്ടെ എന്ന് വെച്ചാൽ ഡ്രീം ലാൻഡിൽ പോകണം. അത്ര വലിയ സെറ്റപ്പ് ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ മറ്റോടത്ത് അക്കവഞ്ചറിൽ പോയിട്ട് നടന്നിട്ട് പരിപ്പളയക്കണം. കാലൊക്കെ നമ്മൾ വഴി തെറ്റിയിട്ടുണ്ട്. വഴി തെറ്റി. അത് മാത്രമല്ല, സ്ഥലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വിജിലിമ്പിച്ചിങ്ങനെ കിടക്കുക, ഒരുപാട് നടക്കാണ്ട്. അപ്പം നമ്മൾ ഈ ദുബായിൽ വന്നിട്ട് 2015 വന്നിട്ട് എന്നും 10-12 മണിക്കൂർ കാലിൽ ഷൂസല്ലേ. നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. എപ്പോഴും ഷൂസൊക്കെ ഇട്ട് കാലിൻ്റെ അടിയിലത്തെ തഴമ്പ് ഇതൊക്കെ പോയി. അപ്പോൾ കാലൊക്കെ കുഞ്ഞിപ്പിള്ളേരെ കാല് പോലെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടിരിക്കുക. നമുക്കിപ്പോൾ ടാറിട്ട റോഡിലോ അല്ലെങ്കിൽ ടൈലുമൊന്നും നടക്കാൻ പറ്റില്ല. ചെരുപ്പിലാണ് നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് കാലൊക്കെ ഒടുക്കത്തെ വേദന നടന്നിട്ട്. ഷൂ അല്ല, ഒരു സോക്സ് പോലത്തെ ഒരു സാധനം. പക്ഷെ ഒരു നൈലോണിന്റെ സോക്സ് പോലത്തെ ഒരു സാധനം. പക്ഷെ അതിട്ടിട്ടൊന്നും കാര്യമില്ല. ഇന്ന് ഇവിടെ എങ്ങനെയാണെന്ന് അറിയില്ല. അന്ന് ചൂടുണ്ടായിരുന്നില്ല, ഇന്ന് ഇവിടെ ഭയങ്കര ചൂടായതുകൊണ്ട് കാല് താഴെ കുത്തുമ്പോൾ എന്താ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഉമ്മൽക്കോയിനായതുകൊണ്ട് ദുബായിൽ അത്ര ചൂടുണ്ടാവില്ല എന്ന് വിചാരിക്കാം. പോയി നോക്കട്ടെ ഡ്രീം ലാൻഡ് എന്ന സെറ്റപ്പ് എന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അക്കോഞ്ചറിന് അത്ര ഉണ്ടാവുന്നത്. കാരണം അക്കോഞ്ചറിലെ പ്രൈസ് തന്നെ ഭയങ്കര ഹൈയാ. ഇവിടെ അത്ര വലിയ പ്രൈസ് ഇല്ല. ഇനി ഓഫറാണെന്ന് അറിയില്ല കേട്ടോ. പക്ഷെ എന്തായാലും കുഴപ്പമില്ല, പോയി നോക്കാം. ഇന്നിപ്പോൾ അന്ന് പോയിട്ട് ഇവൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റില്ല എന്നുള്ള വിഷമം തീർന്നോട്ടെ എന്ന് വിചാരിച്ചു. അന്ന് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരു കഠിന ചൂടത്ത് ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടിലാണ് ഞാൻ. ഈ പാർക്കിൻ്റെ ആ ഒരു ഏരിയ കണ്ടപ്പോൾ തന്നെ എൻ്റെ കിളി പോയി. കാരണം നല്ല വിശാലമായ ഏരിയ ഒക്കെ തന്നെയാണ്, പക്ഷെ നല്ല വെയിലുണ്ട് കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ ഉള്ള സൺസ്ക്രീനൊക്കെ വാരി പൊത്തിയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വാരി പൊത്തുന്ന സമയത്ത് ചാച്ചനും കുറച്ച് കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പാർക്കിംഗ് കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. പക്ഷെ നമ്മളങ്ങനെ എടുത്ത് വന്നപ്പോഴത്തേക്കും നല്ല വിശാലമായ പാർക്കിംഗ് ഇവിടെ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് പാർക്കിംഗ് ഒക്കെ കിട്ടിയിട്ടാ. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ല കേട്ടാ, ജാക്സൺ ചേട്ടനും ഫാമിലിയും കൂടി ഉണ്ട്. അപ്പം നമ്മൾ മൊത്തത്തിലൊന്ന് അടിച്ചു പൊളിക്കാം എന്നുള്ള പ്ലാനിലാണ് നമ്മൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്. ചേച്ചി ഓൺലൈനിലാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് നമുക്ക് നീണ്ട ക്യൂവിലൊന്നും നിൽക്കേണ്ടി വന്നില്ല. വേഗം തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് ഹാൻഡ് ബാൻഡൊക്കെ കിട്ടിയിട്ടാ. ഇനി നമ്മൾ നേരെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനാണ് കേട്ടോ പോണത്. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ക്യാപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, ഗ്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലൊരു ക്യാപ്പ് ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങ് എടുത്തു വെച്ചു കേട്ടോ. ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ ചാച്ചനോട് ഊരിയിട്ട് തരാൻ പറഞ്ഞു, അതും ഞാൻ എടുത്തിട്ടു. അങ്ങനെ എൻ്റെ നിൻ്റെന്നൊന്നും ഇല്ല ഈ കാര്യത്തിൽ, എല്ലാം നമ്മുടെ സ്വന്തം. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഒരു മണ്ടത്തരം കാണിച്ചു കേട്ടോ. ഷൂ ഒക്കെ ഇട്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വാട്ടർ പാർക്കിലേക്ക് വന്നത്. വേറെ ചപ്പലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് വേറെ ഒരെണ്ണം വാങ്ങാണ് കേട്ടോ. എന്നെ എപ്പോഴും ഓരോന്ന് പറഞ്ഞ് കളിയാക്കണ ആളാണ് കേട്ടോ. ഇപ്പോൾ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ച് വന്നേക്കണേണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ആണെന്നുണ്ടെങ്കിൽ കത്തിയ വിലയാണ് കേട്ടോ എല്ലാ സാധനത്തിനും. പിന്നെ വാങ്ങാതിരിക്കാൻ പറ്റില്ലല്ലോ, കാരണം ചെരുപ്പില്ലാണ്ട് തറയിൽ കാല് വെക്കാൻ പോലും പറ്റില്ല, അത്രയും ചൂടാണ്. ഇത് ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് കീറി അങ്ങ് പോകും. എന്നാലും അത്യാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങിട്ടോ. എൻ്റെ പൊന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല വെയിലാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, എല്ലാവരും ഇറങ്ങി എല്ലാവരും എൻജോയ് ചെയ്യണുണ്ട് ഈ ഒരു വെയിലത്തായാലും. പിന്നെ ഈ വെള്ളത്തിൽ ഇങ്ങനെ ഈ നല്ല വെയിലത്ത് കിടക്കാന്ന് പറഞ്ഞാൽ നല്ല സുഖമുള്ള കാര്യമാണല്ലോ. പക്ഷെ ചൂടുള്ള വെള്ളമാണെങ്കിൽ പിന്നെ തീർന്ന്. അങ്ങനെ നമ്മൾ ആദ്യം ഏതിൽ കയറും എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. റൈഡിൽ കയറണോ വെള്ളത്തിൽ ഇറങ്ങണോ എന്ന്. അപ്പോൾ ആദ്യം ഒന്ന് ആ ചൂട് മാറ്റാനൊന്ന് നനച്ചിട്ട് നമുക്ക് റൈഡിലൊക്കെ കയറാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് വെള്ളത്തിൽ ഇറങ്ങിട്ടോ.
ഈ വെള്ളത്തിലിറങ്ങിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് പിന്നെ കയറാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭയങ്കര മടിയായിരിക്കും. പ്രത്യേകിച്ച് എനിക്ക് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ റൈഡിൽ കയറാനായിട്ട് അത്രയും ആഗ്രഹം പൊലിപ്പിക്കാത്ത ഒരാളാണ്. എനിക്ക് ഈ റൈഡിലൊക്കെ കയറണത് ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് വെള്ളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ സേഫാണ്, നമ്മളുടെ പാകത്തിനുള്ള വെള്ളമാണെങ്കിൽ കേട്ടോ. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെ വെള്ളത്തിൽ കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷം നമ്മൾ നേരെ റൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഈ സംഭവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു ഞാനില്ല ആ കൂട്ടത്തിലേക്ക് എന്ന് പറഞ്ഞു. അവസാനം ഞാച്ചൻ പറഞ്ഞു നീ പോര്, നമ്മൾ സെറ്റാക്കാം, പേടിക്കണ്ട, ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെയും കൊണ്ട് പോണേയാണ് കേട്ടാ. പക്ഷെ അതിലേക്ക് കയറിനേക്ക് മുമ്പ് തന്നെ ഇതേപോലെ ഒരു സംഭവം കണ്ടു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഇതിലാദ്യം കയറിയിട്ട് അങ്ങോട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇതിൽ കയറിയിട്ടാ. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നേ. നമുക്കാണെന്നുണ്ടെങ്കിൽ ട്യൂബ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ട്യൂബ് കിട്ടണവരേക്കും മൊത്തത്തിൽ അങ്ങ് നടക്കേണ്ടി വന്നു. ഒരു റൗണ്ട് നടക്കേണ്ടി വന്നു കേട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നടത്തിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മടുപ്പായിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഒരു ട്യൂബ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനതിൽ കയറി. എൻ്റെ പൊന്നെ കയറാൻ പെട്ട പാട്. ഞാൻ പറഞ്ഞു എനിക്ക് ട്യൂബും വേണ്ട ഒന്നും വേണ്ട, നടന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ അവസാനം കയറി കഴിഞ്ഞപ്പോൾ സെറ്റായിട്ടാ. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് എന്നെ കറക്കല്, എന്നെ എന്തൊക്കെയായിരുന്നു ചാച്ചൻ കാണിച്ചുകൊണ്ടിരുന്നതെന്നറിയോ. ഒരവസരം കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ല അത് നല്ലോണം ഈ മനുഷ്യൻ മുതലെടുക്കൂട്ടാ. കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുമോ ഇത് എന്ത് മനുഷ്യനാണ്, ചവിട്ടി കൂട്ടാണല്ലോ എന്ന്. പക്ഷെ പതുക്കെയൊക്കെയാണ് കേട്ടോ ചവിട്ടനുണ്ടായിരുന്നത്. ട്യൂബുമ്പോൾ ചവിട്ടിയതുകൊണ്ട് കുഴപ്പമില്ല. എനിക്ക് എങ്ങാനാണ് ചവിട്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ചാച്ചനെ ഞാൻ അവിടെ മുക്കിക്കൊന്നാനെ. പക്ഷെ നല്ല രസമായിരുന്നു കേട്ടോ ഈ ട്യൂബിൽ ഇങ്ങനെ കിടന്ന് കറങ്ങി കറങ്ങി നടക്കാനായിട്ട്. ചാച്ചനോട് ഞാൻ പിന്നാലെ നടന്ന് വന്നോളാൻ പറഞ്ഞു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇണ്ടടായ മനുഷ്യൻ എൻ്റെ മേത്ത് കയറി കിടന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ട്യൂബിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ സെക്യൂരിറ്റിയിൽ നിന്നത് ഒരു മലയാളി ചേച്ചിയാണ് കേട്ടോ. ആള് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരാളാണ്. അപ്പം പിള്ളേരുടെ വിശേഷമൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ റൗണ്ട് ചെയ്ത് ആ ചേച്ചിയുടെ മുന്നിൽ വന്നു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും ഒരു ട്യൂബിലായോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ കളി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളിതേ റൈഡിൽ കയറാൻ വേണ്ടിയിട്ട് വന്നേ. അങ്ങനെ ഒരു റൈഡിൽ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതോടുകൂടി എനിക്ക് മതിയായി. അതിൽ ട്യൂബ് ഇല്ലാത്തതിലാണ് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. നേരെ വന്ന് വെള്ളത്തിലേക്ക് പതിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റിയുടെ ആളുടെ കഴുത്തിലേക്ക് അങ്ങ് കയറി പിടിച്ച്. കാരണം എനിക്ക് പൊന്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പുള്ളിയാണെങ്കിൽ അവിടെ കിടന്ന് മാഡം മൈ നെക്ക് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ വിചാരം ചാച്ചനാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കഴുത്തിലിങ്ങനെ കയറി പിടിച്ചത്. ഞാൻ മുഖം കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ആളവിടെ കിടന്ന് മാഡം മൈ നെക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കണ്ണുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇത് സെക്യൂരിറ്റി ആണല്ലോ എന്ന് മനസ്സിലായത്. പിന്നെ വേഗം അയാളോട് വിട്ടിട്ട് സോറി ബ്രോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങ് വന്നിട്ടാ. അതിനുശേഷം ചാച്ചൻ എന്നോട് റൈഡിൽ കയറാം വായോ പേടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇനി ഞാനില്ല കയറാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെള്ളത്തിൽ മാത്രം പിന്നെ കളിച്ചുള്ളൂ കേട്ടോ. വേറൊരു റൈഡിൽ കയറാൻ വേണ്ടി നോക്കി നിന്ന് കഴിഞ്ഞപ്പോൾ 1 ക്യൂ. അപ്പോൾ പിന്നെ അവരതങ്ങ് വിട്ടുട്ടാ. പിന്നെ വേവ്സിൻ്റെ ഇതിൽ കയറി. എൻ്റെ പൊന്നെ, വേവ്സ് ഇല്ലാത്ത സമയമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇല്ല അറ്റം വരെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊക്കത്തിനുള്ള വെള്ളമുണ്ട്. ഞാനാണെന്നുണ്ടെങ്കിൽ ആ അറ്റം വരയ്ക്ക് പോകണമില്ല. എനിക്ക് ഈ വെള്ളം കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയുള്ള കൂട്ടത്തിലാണ്. ഒന്നാമത് നീന്താൻ അറിയാൻ പാടില്ല. അതുകൊണ്ട് റിസ്ക് ഉള്ള പരിപാടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല കേട്ടോ. പിന്നെ ചാച്ചൻ കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ പതിയെ പോവും. വേവ്സ് വരുമ്പോൾ ഞാൻ ചാച്ചൻ്റെ തോളത്തേക്ക് അങ്ങ് കയറും. തോളത്തേക്കല്ല ഒക്കത്തേക്ക് അങ്ങ് കയറും. അപ്പം പിന്നെ പേടിക്കാനില്ല കേട്ടോ. അങ്ങനെ ആ വെള്ളത്തിലെ കുറച്ച് കളികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഷവറിൻ്റെ മുന്നിൽ പോയി നിന്ന് നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു ടയർഡ്നെസ് ഒക്കെ എല്ലാവർക്കും ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. ബാക്കി നന്നായിട്ട് പുറത്തിറങ്ങിയിട്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് ഡിഷസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ആ കാലിയായിട്ടുള്ള വയറ് ഒന്ന് നിറയ്ക്കുക, അത്രേ ഉള്ളൂ. ചെറുതായിട്ടൊന്ന് നിറയ്ക്കുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തതായാലും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ ഇറങ്ങിയേ. ഇത്രയും നേരം എനിക്ക് കയറിയതിൽ ഏറ്റവും ഇഷ്ടമായ ഒരു പൂള് ഇതാണ് കേട്ടോ. ഇതെനിക്ക് പറ്റിയൊരു പൂള് തന്നെയായിരുന്നു. പിന്നെ ഈ ഒരു പോർഷൻ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നേ. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഭൂരിഭാഗവും മലയാളികളായിരുന്നു കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ബോഡി കാണിച്ചിട്ടുള്ള ഷോ ഇല്ലാണ്ടിരിക്കില്ലല്ലോ. എനിക്ക് നീന്താൻ അറിയാൻ പാടില്ലാത്ത കാരണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നീന്തി വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു പൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആളൊന്ന് സൈഡായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കയറിയത് ഡെഡ് സീലാണ് കേട്ടോ. ഇത് നന്നായിരുന്നു. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ കാലെടുത്ത് കുത്തിയപ്പോഴത്തേക്കും കാലൊക്കെ നീറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഡെഡ് സീയുടെ പ്രത്യേകത അറിയാമല്ലോ, നമ്മൾ മുങ്ങിപ്പോകില്ല, ഇങ്ങനെ മലന്നിങ്ങനെ എത്ര നേരം വേണേലും കിടക്കാം. ചാച്ചൻ കിടന്നതിന് ശേഷം എന്നെ ഒന്ന് കിടത്താൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ചെവിയിൽ വെള്ളം കയറണമെന്നും പറഞ്ഞിട്ട് ഞാൻ പിന്നെ ആ വഴിക്ക് പോയില്ല കേട്ടോ. പിന്നെ ഈ മന്ദം വരുന്നത് ഭയങ്കരമായിട്ട് ടയേർഡായിപ്പോയി. എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിരുന്നു കേട്ടോ. അതിന് മുമ്പ് ഒരു ചായയെങ്കിലും കുടിക്കണം. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഉമ്മൽക്കോയിന്ന് അൽനാദ വരെ എത്തേണ്ടി വന്നു. ഒരു ചായക്കട പോലും ഉണ്ടായിരുന്നു
ഉണ്ടായിരുന്നില്ല സൈഡിൽ. ചായക്കട നോക്കി 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 അവസാനം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഫുഡും കഴിച്ച്. ചാച്ചനാണെന്നുണ്ടെങ്കിൽ തല നല്ല വെട്ടിപ്പൊളിയണ വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ചാച്ചൻ നെയ്ച്ചോറും ഞാൻ പൊറോട്ടയും കഴിച്ച് ഇനി നേരെ വീട്ടിലേക്ക്. ചാച്ചൻ 3ാമത്തെ ചായയാണ് ഈ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്നത്. അത്രയും തലവേദനയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ട്രിപ്പിന്റെ വിശേഷം. അപ്പോൾ അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.